കണവ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 1/2 കിലോ കണവ അഥവാ ചിലയിടത്ത് കൂന്തലെന്ന് പറയും. 1/2 കിലോ കണവ വൃത്തിയാക്കി ചെറിയ ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ കണവ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചത്. നിങ്ങൾക്ക് സവോള വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ചെറിയ ഉള്ളിയാണ് എപ്പോഴും ടേസ്റ്റ്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു എരിവിനനുസരിച്ച് പച്ചമുളക്. നമ്മൾ അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില. പുളിക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ കുടംപുളിയാണ്. തക്കാളി ചേർക്കുമ്പോൾ നിങ്ങൾ പുളി അനുസരിച്ച് 3-4 എണ്ണം ചേർക്കുക. അടുത്തത് വേണ്ടത് അരമുറി തേങ്ങയാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ പാത്രം ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. തേങ്ങ വറക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ തീയിൽ വേണം വെച്ച് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ തീ ഒരു ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. തീ കുറയ്ക്കുക. ലോ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇവയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം ആയി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നിച്ച് ഇങ്ങനെ ഇടുമ്പം കളർ വ്യത്യാസം മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം തേങ്ങ ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം പൊടികൾ ചേർത്ത് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വറക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കളർ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഏകദേശം 1 കപ്പ് വെള്ളത്തിൽ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചുറ്റിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 2-3 തണ്ട് ഒരു 2-3 ഇല കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പം ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പുളിക്ക് തക്കാളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഉള്ളി ഈ നിറം മാറി വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ആ തക്കാളിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം കണവ ചേർക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ കുടംപുളി ഉപയോഗിക്കുന്നത് കൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണവ ചേർക്കുകയാണ്. ഒന്നുകൂടെ പറയാൻ, തക്കാളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് വേണം തക്കാളി ഇടാൻ. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കൂന്തൽ അഥവാ കണവ എന്ന് പറയുന്നത് ചേർക്കുകയാണ്. നമുക്ക് അല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പോരെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ചേർക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഈ കണവായും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്. ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങായും മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പുളി, ഇപ്പം ഞാൻ ഒരു കുടംപുളിയാണ് എടുത്തത്, അതൊന്ന് കീറി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേകുന്നതിന് ആവശ്യമായിട്ട് ഒരല്പം തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കെറ്റിലിൽ അത്യാവശ്യം വെള്ളം ഒഴിക്കുക. ഇനി ചാറ് നന്നായിട്ട് കുറുകി വരണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പം കണവ വേകുന്നതിന് ആവശ്യമായിട്ട് വെള്ളം ചേർക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ ഇത് വേവിക്കാം. പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ഗരം മസാല ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തിളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലും വേണമെന്ന് നോക്കുക. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്തെങ്കിലും പോരാന്ന് തോന്നുവാണെങ്കിൽ ചേർക്കുക. അപ്പം അല്പം ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. എരിവൊക്കെ പാകത്തിനുണ്ട്. പുളിയും കറക്റ്റാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കുക. ഞാൻ അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കണവക്കറി ഇവിടെ ഇപ്പം കണവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം കുറുക്കമൊക്കെ ആയിട്ടുണ്ട് ചാറിന്. പിന്നെ തണുക്കുമ്പം കുറച്ചും കൂടെ കുറുകും. ഉപ്പും പുളി എരിവും എല്ലാം കറക്റ്റാണ്. അപ്പം ഇനി അവസാനമായിട്ട് നമുക്ക് അല്പം ഒരു തണ്ട് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് തൂവി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണവ കറിയായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.